നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വെറ്റിലപ്പാറയിൽ വീട്ടമ്മ കഴുത്തിന് വെട്ടേറ്റ് മരിച്ചതിൽ ഫോറൻസിക്കും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. സിമി ബിജുവാണ് കഴുത്തിന് മുറിവേറ്റ് മരിച്ചത്. പരിക്കേറ്റ ബിജു പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ തുടരുകയാണ്. കോതമംഗലം വെറ്റിലപ്പാറയിൽ വീട്ടമ്മ കഴുത്തിനു മുറിവേറ്റ് മരിച്ചതിൽ ഫോറൻസിക്കും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി. വ്യാഴാഴ്ച രാത്രി 8ഓടെയാണ് വെറ്റിലപ്പാറയിലെ വീട്ടിൽ വെച്ച് സിമി ബിജുവിന് കഴുത്തിൽ മുറിവേറ്റത്. കൈയിൽ പരിക്കേറ്റ ഭർത്താവ് ബിജുവിനെയും ഭാര്യ സിമിയെയും അയൽവാസികൾ ഉടൻ തന്നെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സിമി മരണപ്പെടുകയായിരുന്നു. പരിക്കേറ്റ ബിജു പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ICUവിൽ തുടരുകയാണ്. വ്യാഴാഴ്ച രാത്രി ഇരുവരും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു. തുടർന്ന് രാത്രി 8ഓടെ കതക് തുറന്ന് സിമി ചോരയൊലിപ്പിച്ച് പുറത്തു വരികയും മുറ്റത്ത് വീഴുകയുമായിരുന്നു. ദിവസവും ഇവർ തമ്മിൽ വഴക്കും ബഹളവും ഉണ്ടാകാറുണ്ടെന്നും സിമി ചോരയിൽ കുളിച്ച് മുറ്റത്ത് കിടക്കുന്നത് കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും അയൽവാസിയായ ശോശക്കുട്ടി പറഞ്ഞു. ഇപ്പം ഇന്നലെ സന്ധ്യയായപ്പോൾ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ TV വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കത്തില്ലല്ലോ. അപ്പം ഞാൻ എന്നാന്നറിയാൻ വേണ്ടി സൗണ്ട് ഇച്ച് കുറച്ചു. അപ്പോൾ ഇവർ എന്നും ഇങ്ങനെ വഴക്കമുള്ളതാണ്. അപ്പം നമ്മളത്ര ശ്രദ്ധിക്കുമല്ലോ. എന്നും ഇങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മകളും ഒക്കെ കൂടി ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഒരു വീടായ പല വഴക്കുണ്ടല്ലോ കാര്യങ്ങളും. അപ്പം ഞാൻ അത്ര ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി വാതിൽ കുത്തി അടച്ചു. അയാൾ വാതിൽ വെച്ച് പുള്ളിക്കാരത്തി മുറ്റത്ത് ആക്കി. പുള്ളിക്കാരത്തി ഓടി വന്നിച്ച് ആ തൂമ്പ എടുത്തുകൊണ്ടു വാതിൽ കുത്തി. അതാണ് ആ വാതിലിനെ അങ്ങനെ മുട്ട ആ തൂമ്പ വെച്ച് അടിച്ചടിച്ച് തുറന്നു. തുറന്നിട്ട് പുള്ളിക്കാരത്തി അങ്ങ് കയറിപ്പോയിട്ട് അവിടെ കിടന്ന് ഒളിക്കണോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇറങ്ങി അവിടെ മേശയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണേ ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി എന്നായിരിക്കും അങ്ങനെ നിൽക്കണേന്നുള്ള രീതിയിൽ ഞാൻ നോക്കി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇറങ്ങി വന്നു പിടിച്ച് വയ്യ. അപ്പോഴത്തേക്കും മുറ്റത്ത് കൊണ്ടുപോയി മറിഞ്ഞു വീണു. അപ്പോഴത്തേക്കും പെണ്ണോ ഓടി വന്നു വിളിച്ചു. പക്ഷെ മിണ്ടണമൊന്നുമില്ല. 2 പ്രാവശ്യം അയ്യോ എന്ന് പറഞ്ഞു. അത്രേ ഞാൻ കേട്ടു. പുള്ളിയുടെ കൈക്ക് മുറിവുണ്ടെന്നാണ് വരണേ, നമ്മൾ കണ്ടില്ലല്ലോ. പുള്ളിയുടെ മേത്തോടെയൊക്കെ ഈ കൈ മുട്ടിയതാണെന്ന് തോന്നുന്നു. ബ്ലഡൊക്കെ മുണ്ടേക്കൂടെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയത് ഇവിടെ അടുത്തുള്ള ബേസിൽ നിന്ന് ഈ വീട്ടിലെ പയ്യനെ കൊണ്ടുപോയി. അവരുടെ കാറിനകത്തൊന്നും സ്ഥിരം ഇങ്ങനെ കേൾക്കണായതുകൊണ്ട് ആരും ഗവനിക്കില്ല. ഇവരൊക്കെ സ്ഥിരം കേൾക്കണല്ലേ. ഞങ്ങളെക്കാളും കൂടുതൽ സൗണ്ട് അവർക്കാണെന്നാണ് അവർ പറഞ്ഞത്. സമയം 8 മണിയുടെ അടുത്തായിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ സിമിയുടെ മൃതദേഹം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഏത് കടയിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ പഴയ സ്വർണവും എക്സ്ചേഞ്ച് ഓഫറിലൂടെ വിലയിൽ വ്യത്യാസമില്ലാതെ ജെയ്കോയുടെ HUID സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം. നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഉയർന്ന വില, ഉടൻ പണം. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജെയ്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ട്രെൻഡി കളക്ഷൻസുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജെയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം.